രണ്ട് തരത്തിലാണ് ഫാറ്റി ലിവർ സാധാരണയായി കണ്ടുവരുന്നത്. ഒന്ന് മദ്യപിക്കുന്ന ആളുകൾക്ക് വരുന്ന ഫാറ്റി ലിവർ, അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആളുകൾക്ക് വരുന്ന ഫാറ്റി ലിവർ. മദ്യപിക്കാത്ത ആളുകൾക്ക് വരുന്ന ഫാറ്റി ലിവറാണ് നമ്മൾ ഇത്രയും കാലം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് NAFLD എന്ന് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ചെറിയ മാറ്റം വന്നിരിക്കുന്നു. ഇതിൻ്റെ പേരിപ്പോൾ MASLD എന്നായി, മെറ്റബോളിക് ഡിസീസ് അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ്. അതായത് ഡയബറ്റീസ്, മെറ്റബോളിക് ഡിസീസ്, കൊളസ്ട്രോള്, കൊഴുപ്പ് കൂടിയത്, വണ്ണക്കൂടുതൽ, ഇതെല്ലാത്തിൻ്റെയും കൂടെ വരുന്ന കരളിലെ വീർക്കമാണ്. പലപ്പോഴും ഇതിന് ഒരു സിംറ്റം കാണണമെന്നേ ഇല്ല. സിംറ്റംസ് പലപ്പോഴും കാണുന്നത് നെഞ്ചരിച്ചിൽ, തികട്ടി വരിക, ഇതൊക്കെയാണ് ഫാറ്റി ലിവറിന് സാധാരണയായി കാണുന്നത്. നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ വയറിൻ്റെ എടുക്കുമ്പോൾ അവർ ഫാറ്റി ലിവറിന് ഒരു ഗ്രേഡ് പറയും. ഗ്രേഡ് 1, 2, 3. മൂന്നാമത്തെ ഗ്രേഡ് മുകളിലോട്ട് പോകുമ്പോൾ പലപ്പോഴും സിറോസിസിനടുത്തെത്തുന്നു. ഇപ്പോൾ വളരെ സാധാരണയായി മദ്യപിക്കാത്ത ആളുകൾക്കും സിറോസിസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾക്കും വളരെ കൂടുതലായി സിറോസിസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ഫൈബ്രോസ്കാൻ ലിവർ എന്ന പരിശോധന ചെയ്യേണ്ടതാണ്. അതായത് ഷിയർ വേവ് എലാസ്റ്റോഗ്രഫി എന്ന് പറയും, ഫൈബ്രോസ്കാൻ. ഇത് ചെയ്യുമ്പോൾ ഇതിലൊരു സ്കോറിംഗ് ഉണ്ട്. അതിൽ ഉയർന്ന സ്കോറിംഗ് വരുന്ന ആളുകൾക്ക് കരളിൻ്റെ വീർക്കം സിറോസിസായി മാറാനുള്ള സാധ്യതകളുണ്ട്.